ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്ന് വരും? എനിക്കു സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. ഓ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമായ എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ പരിപാലകൻ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം എന്നേറ്റു പറയുന്നു. വചനത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്ന, വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, വേദനകളിൽ, നിരാശകളിൽ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അരികിലുണ്ട്. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് തണലാകുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എന്ന വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. അങ്ങയുടെ കരത്തിൻ്റെ തണലിൻ കീഴിലേക്ക് ഓരോ വ്യക്തിയെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. തിന്മയുടെ പ്രലോഭനങ്ങളും പൈശാചികമായ സ്വാധീനങ്ങളും ഞങ്ങളിൽ നിന്നും ദൂരെ മാറട്ടെ. ഈ വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടട്ടെ, ഞങ്ങളുടെ ഹൃദയം രൂപാന്തരപ്പെടട്ടെ. തമ്പുരാനെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. യേശുനാമത്തിൻ്റെ ശക്തി, യേശുനാമത്തിൻ്റെ മഹത്വം, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഓരോ ചലനത്തിലും വെളിവാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അപരനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണല്ലോ നാം ശ്രവിച്ചത്. ശതാധിപൻ
യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ വലിയ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം കർത്താവിൻ്റെ മുൻപിൽ നൽകുന്നതാണ് വചനഭാഗം. യേശു പോലും അവൻ്റെ വിശ്വാസത്തിന് മുൻപിൽ ആശ്ചര്യപ്പെട്ട് അവന് മറുപടി നൽകുന്ന സുന്ദരമായ ഒരു ഭാഗം. ഇവിടെ ആ മനുഷ്യൻ യേശുവിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഏതെങ്കിലും ദുഃഖങ്ങളോ ഏതെങ്കിലും വേദനയോ അകറ്റണം എന്ന് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ അരികിലുള്ള ഒരു മനുഷ്യന് വേണ്ടി, തൻ്റെ ഭൃത്യന് വേണ്ടി ഒരു പ്രാർത്ഥനയുമായാണ് തമ്പുരാൻ്റെ മുൻപിലേക്ക് അദ്ദേഹം കടന്നു വരിക. ആ ഭൃത്യൻ തളർവാദം പിടിപെട്ട് വലിയ വേദനയിൽ, വലിയ നൊമ്പരത്തിൽ തൻ്റെ ഭവനത്തിൽ കഴിയുന്നു എന്ന ഒരു കാര്യമാണ് അദ്ദേഹം യേശുവിനെ അറിയിക്കുക. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ വന്ന് നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താൻ, തൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കും അനുഗ്രഹം ലഭിക്കണം എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അതിലുപരി ആ മനുഷ്യൻ സമൂഹത്തിൽ അധികാരമുള്ള ഒരു വ്യക്തിയാണ്. ഉന്നതമായ നിലയിൽ ശ്രേഷ്ഠമായ ജീവിതം നയിക്കുന്ന, മറ്റുള്ളവരുടെ ബഹുമാനവും മറ്റുള്ളവരുടെ ആദരവും ഏറ്റുവാങ്ങുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ തനിക്ക് ഗൗനിക്കാതെ വിടാമായിരുന്ന ഒരു കാര്യത്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ ഭൃത്യന് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിക്കുക, ഈ ഭൃത്യൻ്റെ കാര്യം ഇദ്ദേഹം ദൈവസന്നിധിയിൽ ഉണർത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ആ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അധികാരമുണ്ട്. ഞാൻ ഒരു വ്യക്തിയോട് എവിടേക്കെങ്കിലും പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, ആരോടെങ്കിലും വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. നമുക്കറിയാം, ശതാധിപൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ 100 പേരുടെ അധിപൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കീഴിൽ 100ഓളം പടയാളികളുണ്ട്. ആ 100 പേരുടെ ഇടയിൽ ഒരു ഭൃത്യൻ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു വ്യക്തി രോഗബാധിതനായപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ കാര്യം ദൈവസന്നിധിയിൽ ഉണർത്തിക്കണം എന്നുള്ള ഒരു ചിന്ത ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുളപൊട്ടുകയാണ്. ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വിജാതീയനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ യേശു പറയുക, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വിജാതീയനായ, ക്രിസ്തുവിനെ അറിയാൻ സാധ്യതയില്ലാതിരുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ വചനഭാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. യേശുവിനോട് അരികിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെയും യേശു കടന്നു പോകുമ്പോൾ അവനോട് ചേർന്ന് അവനെ അനുഗമിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എവിടെയൊക്കെ ദൈവം കടന്നു ചെന്നിട്ടുണ്ടോ, എവിടെയൊക്കെ ക്രിസ്തു വചനം പ്രഘോഷിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ഒരുപാട് ആളുകൾ യേശുവിനെ ശ്രവിക്കാനായി വന്നു ചേരുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. യേശുവിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചത്, ആ വചനത്തിനു വേണ്ടി കാത്തിരുന്നത് ഭൂരിഭാഗവും സാധാരണ വ്യക്തികളാണ്. അങ്ങനെ എവിടെയൊക്കെ ചെല്ലുമ്പോഴും യേശുവിൻ്റെ ഒപ്പം വലിയ ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു എന്നത് സുവിശേഷങ്ങളിലൂടെ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമാണല്ലോ. അങ്ങനെ ഒരു ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ഒരുപാട് ആളുകൾ അവിടുത്തെ ചുറ്റും നിൽക്കുമ്പോൾ, ശതാധിപൻ യേശുവിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നു. ഈ ആളുകളുടെ മുൻപിൽ വിജാതീയനായ ഒരു വ്യക്തി യേശുവിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുക എന്ന് പറയുക, അതിന് തികച്ചും ഒരു അസാധാരണത്വമുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൽ ആ മനുഷ്യന് ലഭിക്കുന്ന ആദരവും സമൂഹത്തിൽ ആ മനുഷ്യന് ലഭിക്കുന്ന ബഹുമാനവും കുറയാനിടയുള്ള ഒരു കാര്യം കൂടിയാണ് വ്യക്തി ചെയ്യുക. കാരണം അദ്ദേഹത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളുണ്ട്, അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന ഉന്നത സ്ഥാനീയരായ വ്യക്തികളുണ്ട്. അവരൊന്നും ഒരുപക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവരോ
യേശുവിൻ്റെ സാന്നിധ്യത്തെ ആദരവോടുകൂടി നോക്കിക്കാണുന്നവരോ അല്ല. എന്നിട്ടും അദ്ദേഹം തമ്പുരാൻ്റെ മുൻപിലേക്ക് കടന്നു വരാൻ, ഈ ജനത്തിനു മുൻപിൽ തൻ്റെ വിശ്വാസം ഏറ്റുപറയാൻ ഹൃദയം തുറന്നു എന്നുള്ളത് നാമൊക്കെ ധ്യാന വിഷയമാക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു ചിന്തയാണ്. നാമൊക്കെ യേശുവിനെ അറിയുന്നവരും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ ഒരുപാട് അവസരങ്ങൾ ലഭ്യമായിട്ടുള്ളവരുമാണ്. പക്ഷേ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ ക്രിസ്തുവിനെ അറിയാനും ക്രിസ്തുവിൻ്റെ അരികു ചേർന്ന് നിൽക്കാനും ഉള്ള കൃപ ലഭിച്ചിട്ടും മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ള ചിന്ത, എനിക്ക് ചുറ്റുമുള്ള സമൂഹം എങ്ങനെ കരുതും എന്നുള്ള ചിന്ത നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളുടെ തീക്ഷ്ണത കുറയാറുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മുൻപിൽ നിൽക്കുന്നതിൻ്റെ ആത്മാർത്ഥത പോലും പകുതിയായി മാറാറുണ്ട്. ഈ മനുഷ്യൻ നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉന്നത സ്ഥാനീയനായ ഒരു വ്യക്തി, അധികാരമുള്ള മനുഷ്യൻ, മറ്റുള്ളവരുടെ ഒക്കെ കണ്ണുകളിൽ ഒരു പക്ഷേ യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു വ്യക്തി. അദ്ദേഹം ഇതാ തമ്പുരാൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന് ഹൃദയം തുറക്കുന്നു. പറയുന്ന കാര്യം ഇതാണ്: എനിക്ക് അധികാരമുണ്ട്, ഞാൻ പറയുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർ എനിക്ക് കാതോർക്കുന്നു, ഞാൻ പറയുന്നത് അതേപടി അവർ അനുവർത്തിക്കുന്നു. ദൈവമേ, എനിക്ക് പോലും ഈ അധികാരമുള്ളപ്പോൾ നിനക്ക് ഉള്ളത് എത്രയോ വലിയ അധികാരമാണ് എന്നുള്ള ഒരു ചിന്തയാണ് ആ മനുഷ്യൻ പകർന്നു നൽകുക. ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, നിന്റെ ദൈവമേ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ അധികാരം തീർത്തും ചെറുതാണ് എന്നുള്ള ഒരു കാര്യം അവൻ ഹൃദയം തുറന്ന് തമ്പുരാനോട് പറയുന്നു. നീ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഒരു വാക്ക് മതി, ഒരു വാക്കുച്ചരിച്ചാൽ പോലും എൻ്റെ ഭൃത്യൻ സുഖമാക്കപ്പെടും എന്നുള്ള മനോഹരമായ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം. സ്നേഹമുള്ളവരെ, ദൈവം പ്രതികരിക്കുന്നതും ഏറെ സുന്ദരമായ ഒരു കാഴ്ചയാണല്ലോ. ഇദ്ദേഹം മുൻപിൽ വന്ന് നിന്ന് ഈ പ്രാർത്ഥന ഉയർത്തുന്ന നിമിഷത്തിൽ തന്നെ യേശു പറയുന്നു, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വരാം, നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ ഭൃത്യനെ സുഖപ്പെടുത്താം. സ്നേഹമുള്ളവരെ, ദൈവം ചിലപ്പോൾ പ്രതികരിക്കുന്നത് വളരെ നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരിക്കും. ഒരു പക്ഷേ കാത്തിരിക്കേണ്ടി വരും, കാത്തിരിക്കേണ്ട സമയങ്ങളുണ്ട്. ദൈവം നമുക്ക് ശിക്ഷണം നൽകും. ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പിന്നീടാകട്ടെ എന്ന് പറയും, ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയും. എന്നാൽ മറ്റു ചിലപ്പോൾ ദൈവം പ്രതികരിക്കുന്നത് വളരെ വേഗം നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരിക്കും എന്നുകൂടി ഒരു ഓർമ്മ വചനം നൽകുകയാണല്ലോ. കൃത്യമായി പറയുന്നു, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാം. ഒരു പക്ഷേ ഈ ശതാധിപൻ പോലും അങ്ങനെ ഒരു പ്രതികരണം യേശുവിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇത്ര വേഗം പ്രാർത്ഥന ശ്രവിക്കുന്ന ഒരു ദൈവം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അരികിലുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? മറ്റൊരു ജനതയുമില്ല എന്ന് ഇങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില അനുഭവങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള ചില വ്യക്തികളുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് അടിവരയിട്ട് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ എങ്കിലും പറയുന്നു, അങ്ങയെ സ്വീകരിക്കാൻ, അങ്ങയുടെ സാന്നിധ്യത്തിന് സ്വാഗതമരുളാനുള്ള യോഗ്യത എനിക്കില്ല. ലത്തീൻ ക്രമത്തിലെ വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണിത്. ദൈവമേ, എൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വരാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖമാക്കപ്പെടും. നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ ഏറ്റവും അധികമായി പ്രതിഫലിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള, എത്ര ഉന്നതരാണെങ്കിലും എത്ര അധികാരമുള്ളവരാണെങ്കിലും മാനുഷികമായ രീതിയിൽ ഒരുപാട് വളർന്നവരാണെങ്കിലും ദൈവ തിരുമുൻപിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ചെറുതാണെന്നുള്ള ഒരു ചിന്ത
അത് നമ്മെ കൂടുതൽ വളർത്തും. നാം ഒക്കെ ഒരുപാട് പാടിയിട്ടുള്ള, നമ്മുടെ ഹൃദയത്തോടൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായ ഗാനമുണ്ടല്ലോ, ഇത്ര ചെറുതാകാൻ എത്ര വളരണം. ദൈവസന്നിധിയിൽ ചെറുതാകുന്നവരാണ് കൂടുതൽ വളരുന്നത്, കൂടുതൽ ഉയരുന്നത് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ തിരുവചന ഭാഗം. അതാണല്ലോ ഈശോ പറയുക, ഇതുപോലൊരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം എന്നോട് ചേർന്ന് നിൽക്കുന്ന, ഓരോ ദിവസവും എന്നെ അനുഗമിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വിജാതീയനായ ഈ മനുഷ്യൻ തൻ്റെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ദൈവം പോലും ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകുന്ന സുന്ദരമായ ഒരു കാഴ്ച. ദൈവസന്നിധിയിൽ ചെന്ന് ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കുമ്പോൾ ഞാൻ ചെറുതാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിറയുന്നത് ഏറ്റവും ഉചിതമാണ്. പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വീണ്ടും യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രിയമുള്ളവരെ, ചില മനുഷ്യർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളും ഭൗതികമായ സ്ഥാനമാനങ്ങളും ലഭിക്കുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്ന ചില അവസ്ഥകൾ രൂപപ്പെടാറുണ്ട്. ഇനി ദൈവം വേണ്ടെന്നും ദൈവത്തെക്കാൾ ഒരു പക്ഷേ താൻ ഒരു പടി മുകളിലാണെന്നും പറയാതെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ദൈവത്തെ മറന്നുപോകുന്ന, ഉന്നതരാകുമ്പോൾ, ഉയർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം വേണ്ടെന്ന് പറയുന്ന വ്യക്തികൾക്കൊക്കെ ഒരു മറുപടി കൂടിയാണല്ലോ വചനം പറയുന്ന ഈ ശതാധിപൻ. സ്നേഹമുള്ളവരെ, ആ മനുഷ്യൻ്റെ വിശ്വാസം വലുതാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, നാം കണ്ടതുപോലെ തൻ്റെ രോഗബാധിതനായ ഭൃത്യന് വേണ്ടിയാണ്. മറ്റൊരാൾക്കു വേണ്ടി താൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവം അത് ശ്രവിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ വലിയ ആഴമായ ബോധ്യം. യെശയ്യാ പ്രവചനത്തിൻ്റെ 55-ാം അധ്യായം 6-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ദൈവം തൻ്റെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, ദൈവം തൻ്റെ അരികിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഈ മനുഷ്യൻ വിളിക്കുകയാണ്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. അത് അവന് അനുഗ്രഹമായി മാറുന്നു. അവൻ്റെ ഭൃത്യന്, അവനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കെല്ലാം അനുഗ്രഹമായി മാറുന്നു. പ്രിയമുള്ളവരെ, ദൈവം അരികിലൂടെ കടന്നു പോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടാകും. ദൈവം നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം ദൈവനാമം, ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അത് വലിയ സൗഖ്യമായി, സമാധാനവും സന്തോഷവുമായി നമ്മുടെ ജീവിതത്തിലും നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിലും നിറയും. പൂർണ്ണമായ ഒരു സമർപ്പണമാണ് ആവശ്യം. ഇവിടെ ഈ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആ നേർസാക്ഷ്യം ഒരു സമർപ്പണത്തിൻ്റെ ചിത്രം കൂടിയാണ്. കാരണം ഞാൻ അധികാരി, എനിക്ക് അധികാരമുണ്ട്, പക്ഷേ അതിലുപരിയാണ് ദൈവമേ നിൻ്റെ ഒരു വാക്കിൻ്റെ ശക്തി പോലും എന്ന് പറയുന്ന ആ വ്യക്തി ഉറപ്പായും ദൈവത്തിനു പൂർണ്ണമായും സമർപ്പിക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ്, ഒരു നേർസാക്ഷ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ തളർന്നു പോകുന്ന അവസരങ്ങളുണ്ടാകും. നമ്മുടെ ചുറ്റുമുള്ളവർ രോഗബാധിതരാകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ വലിയ വേദനകളിലൂടെ, നൊമ്പരങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന ചില അവസരങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം ദൈവമേ, നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ യോഗ്യരല്ല, ഒരു വാക്കുച്ചരിച്ചാൽ മതി, എനിക്കും എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കും സൗഖ്യം ലഭിക്കും എന്ന് പറയാനുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴം അത് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാൻ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. അതാണ് വചനം പറയുക, അവിടുന്ന് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ.
ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു എന്നതാണ് വചനം പറയുക. യേശു ആ മനുഷ്യൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നു പോലുമില്ല. ഈ ശതാധിപൻ പറഞ്ഞതുപോലെ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാതെ ഒരു വാക്ക് മാത്രം ഉച്ചരിക്കുന്ന ദൈവസാന്നിധ്യം, ക്രിസ്തുവിൻ്റെ തിരുവചനത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഈ നിമിഷം പോലും അവിടുത്തെ വചനം കേൾക്കുന്ന, ആ വചനത്തിന് വേണ്ടി ഹൃദയം തുറക്കുന്ന വ്യക്തികൾ ഒന്നറിയണം. പ്രിയമുള്ളവരെ, ദൈവം മാറി നിന്ന് ഒരു വാക്കുച്ചരിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളും ദുരിതങ്ങളും നൊമ്പരങ്ങളും വേദനകളും അകന്ന് നാമൊക്കെ ആരോഗ്യമുള്ളവരായി, നാമൊക്കെ സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ പേറുന്നവരായി മാറും. അങ്ങനെയെങ്കിൽ യേശു നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് അതിലും ഉപരിയായ അത്ഭുതങ്ങളായിരിക്കും. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കാൻ, ദൈവം കടന്നു വരുന്ന വഴികളിൽ നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥനകൾ ഉയർത്താൻ നമുക്ക് കഴിയണം. വളരെ സുന്ദരമായ വചനഭാഗം യെശയ്യാ പ്രവചനം 59 അധ്യായത്തിൻ്റെ 1 തിരുവചനം പറയുന്നു, നിങ്ങളെ രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിങ്ങളെ കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. വീണ്ടും യെശയ്യാ പ്രവചനത്തിൻ്റെ 58 അധ്യായം 9 തിരുവചനം ഏറെ സുന്ദരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവർ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് മറുപടി നൽകും. ദൈവം നമ്മുടെ കണ്ണുനീര് കാണുന്ന, അറിയുന്ന ദൈവമാണ്. കരയുന്ന മനുഷ്യരോട് ഇതാ ഞാൻ എന്ന് മറുപടി നൽകുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ്റെ ദുഃഖം, ആ മനുഷ്യൻ്റെ വേദന യേശു സ്വന്തം ഹൃദയത്തിൽ ഒപ്പിയെടുത്തു. ശതാധിപൻ്റെ നൊമ്പരവും അവൻ്റെ ഭൃത്യൻ്റെ രോഗവും യേശു ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. അവന് കൊടുക്കുന്ന മറുപടിയാണ്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുള്ളത്. ദൈവം നമ്മോടും പറയും, നീ വിശ്വസിച്ചതുപോലെ ഭവിക്കട്ടെ. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ചുറ്റുമുള്ളവരിൽ, നിൻ്റെ തന്നെ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹം മഴയായി പെയ്തിറങ്ങട്ടെ. ക്രിസ്തുവിൻ്റെ ഒരു വാക്കുകൊണ്ടുപോലും അനുഗ്രഹത്തിൻ്റെ ഒരു മഴ നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങും. നമുക്ക് വിശ്വസിക്കാം. നമ്മെ തന്നെ തമ്പുരാൻ്റെ അധികാരത്തിന് കീഴിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, എത്ര ഉയർന്നാലും എത്ര വളർന്നാലും ദൈവത്തിരുമുൻപിൽ വന്നു നിന്ന് എളിമയോടെ ദൈവമേ ഒരു വാക്കുച്ചരിച്ചാൽ മതി, ഞാനും എൻ്റെ കുടുംബവും എന്നോട് ചേർന്ന് നിൽക്കുന്നവരും സുഖം പ്രാപിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.